Hello everyone, welcome back to my channel Easy Snacks. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നെയ്യപ്പം. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷാണ്. ഞാൻ അപ്പോൾ ഇതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ ഇടുന്ന വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലോട്ട് പോവാം. നമുക്കപ്പോൾ ഇന്ന് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നെയ്യപ്പം വീടുകളിൽ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 2 കപ്പ് പച്ചരി കുതിർത്തായിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂറോളം ഞാൻ കുതിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന രീതിയിലാവണം. അങ്ങനായിട്ടുണ്ട്. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഞാൻ ഇവിടെ അരയ്ക്കാൻ പാകത്തിനുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചരി വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം. പച്ചരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചരിയുടെ കൂട്ടിലോട്ട് കുറച്ച് ശർക്കര നന്നായിട്ട് അരിച്ച് വെച്ചതാണ്. നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിക്കാൻ. അധികം വെള്ളം ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒരു 250 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നെയ്യപ്പത്തിൻ്റെ മാവ് അരച്ചെടുക്കുമ്പോൾ കുറച്ച് തരിതരി വേണം. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കുറച്ച് തരിതരിയായിട്ടാണ് അരച്ചെടുക്കാനായിട്ട്. നമുക്കപ്പോൾ ഈ അരച്ച മാവ് ഒരു പാത്രത്തോട്ട് മാറ്റാം. ബാക്കിയുള്ള അരിയും ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ടാമത്തെ സെറ്റ് അരി അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ചേർത്ത അരിയിലോട്ട് നമുക്കൊരു 5-8 കഷ്ണം ഏലക്കായ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം ചെറുജീരകവും ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ചിട്ട് ലാസ്റ്റ് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ മുഴുവനോട് ഇടണതുകൊണ്ട് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുവാണ്. നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അടുത്ത സെറ്റ് മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് അരച്ചു കൊടുക്കുമ്പോൾ. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യപ്പം ആയതുകൊണ്ടാണ് നെയ്യ് ചേർക്കുന്നത്. ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ അരച്ച് വെച്ച മാവിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യ് ചേർത്ത ആ ടേബിൾ സ്പൂണിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി. ഒരു 1/2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ഇനി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഇട്ടാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദപ്പൊടിയും ബേക്കിംഗ് സോഡ ഇടുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ഞാൻ മൈദപ്പൊടിയും ബേക്കിംഗ് സോഡ ഇട്ടത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ചേർക്കാത്തവർ ഇത്തരം സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ഒരു 5-8 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും മാക്സിമം ഇത് പെർമനൻ്റ് ചെയ്യാൻ വെക്കണം. ബേക്കിംഗ് സോഡയും മൈദപ്പൊടിയും ചേർക്കുന്നവരാണെങ്കിൽ പെർമനൻ്റ് ചെയ്യാൻ വെക്കേണ്ട. ഒരു 1/2 മണിക്കൂർ ഒന്ന് ടൈം കൊടുത്തിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കുക. ഈ മിക്സിലോട്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ള കളറിലെ എള്ളാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് ചേർത്താൽ മതി. എൻ്റെ അടുത്ത് വൈറ്റാണ് ഉണ്ടായത്, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ചേർക്കുന്നത്. ഏത് ചേർത്താലും കുഴപ്പമില്ല. ബ്ലാക്ക് ആയിരിക്കും കുറച്ചും കൂടി കാണാൻ ഭംഗി. അപ്പം നിങ്ങൾക്ക് ബ്ലാക്കാണ് ഇഷ്ടമെങ്കിൽ ബ്ലാക്ക് ചേർക്കാം. എൻ്റെ അടുത്ത് വൈറ്റ് ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റ് ചേർത്തുന്നുള്ളൂ. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഈ മാവ് കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ടൈം കൊടുക്കാം. ഞാൻ 1/2 മണിക്കൂർ ടൈം നമ്മൾ അരച്ച് വെച്ച് ഈ മാവ് ഒന്ന് പെർമനൻ്റ് ചെയ്യാൻ ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കണമെന്ന് നോക്കാം. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. പണ്ട് കാലത്തൊക്കെ നെയ്യപ്പം ചുട്ടുകൊണ്ടിരുന്നത് നെയ്യിലായിരുന്നു. പിന്നെ അത് ലുപ്തിച്ച് വെളിച്ചെണ്ണ ഓയിൽ അങ്ങനെയൊക്കെ ആയി. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഇനി നെയ്യ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ നെയ്യിലും പൊരിച്ചെടുക്കാം. എപ്പോഴും കുറച്ച് കുഴിയുള്ള അടിയിലോട്ട് കുറച്ച് കുഴിയായിട്ടുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കപ്പോൾ ഇതൊന്ന് ചൂടായി വന്നേരം വെയിറ്റ് ചെയ്യാം.
എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ഒരു 3/4 സ്പൂണോളം ഈ നെയ്യപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ഥലത്ത് തന്നെ ഒഴിച്ചാൽ മതി. തീയുടെ അളവ് എപ്പോഴും ഒരേപോലെ തന്നെ വെക്കാൻ ശ്രമിക്കുക. നാട്ടിലെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നെയ്യപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി നേരം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. ഉണ്ണിയപ്പത്തെക്കാളും കുറച്ചും കൂടി ടൈം ഒന്ന് വേവാൻ വേണ്ടി വരും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ നെയ്യപ്പം എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. ഇതേപോലെ ഒരു അടിപൊളി ഡിഷുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.